ഗൂഗിൾ ഷീറ്റ്സിൽ ഒന്നിലധികം വർക്ക്ഷീറ്റുകളുള്ള ഡേറ്റ ഒരൊറ്റ വർക്ക്ഷീറ്റിലേക്ക് കമ്പൈൻ ചെയ്യുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഗൂഗിൾ ഷീറ്റ്സിലെ സെയിൽസ് ഡേറ്റ എന്ന വർക്ക് ബുക്കിൽ 3 വർക്ക്ഷീറ്റുകളുണ്ട്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. ഒരു കമ്പനിയുടെ സെയിൽസ് ഡേറ്റയാണ് ഈ വർക്ക്ഷീറ്റുകളിലുള്ളത്. ഇനി നമുക്ക് വേണ്ടതാണ് ഈ 3 വർക്ക്ഷീറ്റുകളിലുമുള്ള ഡേറ്റ ഒരൊറ്റ വർക്ക്ഷീറ്റിലേക്ക് കിട്ടണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പുതിയൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യുന്നു. ആഡ് ഷീറ്റ്. ഇനി വർക്ക്ഷീറ്റിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. ഞാനിവിടെ ടോട്ടൽ എന്നാണ് പേര് കൊടുക്കുന്നത്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു വർക്ക്ഷീറ്റിൽ നിന്ന് ടേബിളിൻ്റെ കോളം ഹെഡേഴ്സ് കോപ്പി ചെയ്യാം. കോളം ഹെഡേഴ്സ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ഡേറ്റ കോപ്പി ചെയ്യാനായിട്ട് Ctrl+C. ടോട്ടൽ എന്ന വർക്ക്ഷീറ്റിൽ വരുന്നു. ഇവിടെ കോപ്പി ചെയ്ത ഡേറ്റ പേസ്റ്റ് ചെയ്യുക. Ctrl+V. ഈ കോളം ഹെഡേഴ്സിൻ്റെ താഴേക്കാണ് ഡേറ്റ നമ്മൾ കമ്പൈൻ ചെയ്യുക. ഇനി ഡേറ്റ കമ്പൈൻ ചെയ്യാനുള്ള ഫോർമുല ഈക്വൽ ഓപ്പൺ കേളി ബ്രാക്കറ്റ്. ആദ്യത്തെ വർക്ക്ഷീറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക, അതായത് ജാനുവരി. ഇനി കോളം ഹെഡേഴ്സ് ഒഴിച്ചിട്ട് ഡേറ്റയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. സെമിക്കോളൻ. രണ്ടാമത്തെ വർക്ക്ഷീറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക, ഡേറ്റയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. സെമിക്കോളൻ. മൂന്നാമത്തെ ഷീറ്റ്, ഡേറ്റയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ക്ലോസിംഗ് കേളി ബ്രാക്കറ്റ്. എൻ്റർ. നോക്കുക, 3 വർക്ക്ഷീറ്റുകളിലുമുള്ള ഡേറ്റ ഒരൊറ്റ വർക്ക്ഷീറ്റിലേക്ക് വന്നു. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ജാനുവരി എന്ന വർക്ക്ഷീറ്റിലെ B3 തുടങ്ങി E7 വരെയുള്ള സെല്ലുകളുടെ ഡേറ്റയാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫെബ്രുവരി എന്ന വർക്ക്ഷീറ്റിലെ B3 തുടങ്ങി E6 വരെയുള്ള സെല്ലുകളുടെ ഡേറ്റയാണ് ഈ വർക്ക്ഷീറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഈ സെല്ലുകൾക്ക് വെളിയിൽ നമ്മൾ ഡേറ്റ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവ ഇങ്ങോട്ടേക്ക് വരില്ല. ഉദാഹരണത്തിന് ഇവിടെ പുതിയതായിട്ട് ഡേറ്റ ഞാൻ ആഡ് ചെയ്യുന്നു. നോക്കുക, ഈ വർക്ക്ഷീറ്റിലെ 8ാമത്തെ വരിയിലാണ് ഡേറ്റ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡേറ്റ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഇങ്ങനെ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ഡേറ്റ കൂടി ഈ വർക്ക്ഷീറ്റിലേക്ക് വരണമെങ്കിൽ ഈ ഫോർമുലയിൽ ചില മാറ്റങ്ങൾ വരുത്തണം. ആദ്യം ഈ സെൽ റെഫറൻസുകളിൽ നിന്ന് ടേബിളിൻ്റെ ലോവർ ലിമിറ്റ് ഡിഫൈൻ ചെയ്യുന്ന റോ നമ്പേഴ്സ് ഡിലീറ്റ് ചെയ്യുന്നു. അതായത് E7ൽ നിന്ന് 7 ഡിലീറ്റ് ചെയ്യുന്നു. E6, വീണ്ടും E7. എൻ്റർ. നോക്കുക, ആദ്യത്തെ വർക്ക്ഷീറ്റിൽ, അതായത് ജാനുവരി എന്ന വർക്ക്ഷീറ്റിൽ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത ഡേറ്റ ഇങ്ങോട്ടേക്ക് വന്നു. പക്ഷേ അതോടൊപ്പം ആ വർക്ക്ഷീറ്റിലെ ബ്ലാങ്ക് ആയിട്ടുള്ള വരികളിലുള്ള നൾ വാല്യൂസ് കൂടി ഇവിടെ വന്നിരിക്കുന്നത് കാണാം. അതിനുശേഷമാണ് രണ്ടാമത്തെ വർക്ക്ഷീറ്റിലെ ഡേറ്റ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ വർക്ക്ഷീറ്റിലെ ഡേറ്റ ആഡ് ചെയ്ത് നോക്കാം. അതിനുശേഷം രണ്ടാമത്തെ വർക്ക്ഷീറ്റിലെ ബ്ലാങ്ക് ആയിട്ടുള്ള വരികൾ. അതിനുശേഷമാണ് മൂന്നാമത്തെ വർക്ക്ഷീറ്റിലെ ഡേറ്റ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഡേറ്റ കമ്പൈൻ ചെയ്യുമ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള വരികൾ ഒഴിവാക്കാനായിട്ട് ഫോർമുലയിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് നോക്കാം. ഓപ്പൺ കേളി ബ്രാക്കറ്റിന് മുന്നിൽ ക്വറി ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നു. ക്വറി എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ഫോർമുല ക്വറി ഫംഗ്ഷൻ്റെ 1ാമത്തെ ഇൻപുട്ടായിട്ട് മാറും, അതായത് ഡേറ്റ. ക്ലോസിംഗ് കേളി ബ്രാക്കറ്റിന് ശേഷം ക്ലിക്ക് ചെയ്യുക, കോമ, ക്വറി ഫംഗ്ഷൻ്റെ 2ാമത്തെ ഇൻപുട്ട്, ഡബിൾ കോട്ട്സ്, സെലക്ട്, സ്പേസ്, ആസ്റ്ററിസ്ക്, സ്പേസ്, where col1 is not null, ഡബിൾ കോട്ട്സ്. അതായത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഡേറ്റ റേഞ്ചുകളിലെ 1ാമത്തെ കോളത്തിൽ ഡേറ്റയുള്ള എല്ലാ വരികളും കമ്പൈൻ ചെയ്യുക. അതാണ് ഈ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, 3 വർക്ക്ഷീറ്റുകളുമുള്ള ഡേറ്റ കമ്പൈൻ ചെയ്യപ്പെട്ടു. ആദ്യത്തെ വർക്ക്ഷീറ്റിൽ ഞാൻ ഡേറ്റ ആഡ് ചെയ്യുന്നു. ആദ്യത്തെ വർക്ക്ഷീറ്റിൽ ആഡ് ചെയ്ത ഡേറ്റ ടോട്ടൽ എന്ന വർക്ക്ഷീറ്റിലേക്ക് വന്നത് കാണാം. ഇവിടെ ഇപ്പോൾ ഒരൊറ്റ വർക്ക് ബുക്കിലെ പല വർക്ക്ഷീറ്റുകളുള്ള ഡേറ്റയാണ് നമ്മൾ കമ്പൈൻ ചെയ്തത്. ഇനി പല വർക്ക് ബുക്കുകളുള്ള ഡേറ്റ ഒരൊറ്റ വർക്ക് ബുക്കിലേക്ക് കമ്പൈൻ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. അതിനെക്കുറിച്ച് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.